എന്താ ഇങ്ങനെ നോക്കുന്നേ? ആദി, 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 ആ എന്താ ഇഷ? എന്താ നിനക്ക് പറ്റിയേ? എന്താ ഇങ്ങനെ നോക്കുന്നേ? ഒന്നും പറ്റിയില്ല. ആ ആദി, ഇന്ന് ലീവല്ലേ? നമുക്ക് പുറത്തു പോയാലോ? കുറേ ദിവസമായി. പോണോ? ശരി, വാ പോവാം. ആദി, ദാ ആമി വരുന്നു. എവിടെ? ദാ അവിടെ. ഓ, ആദിയോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ആദിക്ക് കാണാൻ പറ്റില്ലല്ലോ. ഇഷ, എത്ര ദിവസമായി നിന്നെ കണ്ടിട്ട്. നീ എന്താ പുറത്തോട്ടൊന്നും ഇറങ്ങുന്നില്ലേ? അത് ഞാൻ ആമി ഒരുപാട് കിടന്ന് ബുദ്ധിമുട്ടുണ്ട. ആഹാ, ആദിയും ഉണ്ടോ? എങ്ങോട്ടാ രണ്ടുപേരും കൂടെ? വെറുതെ നടക്കാൻ ഇറങ്ങിയതാ. ഒരുമിച്ച് നടപ്പ് വരെയൊക്കെ ആയുള്ളോ? നിങ്ങൾ ഭയങ്കര സ്ലോ ആണല്ലോ ഇഷ. എൻ്റെ ആമി, നീ ഒന്നും മിണ്ടാതിരിക്കേ. എന്താ ഇഷ? ഏയ് ഒന്നുമില്ല. പിന്നെ യൂണി എവിടെ? നിന്റെ കൂടെ വന്നില്ലേ? ഇന്ന് ലീവല്ലേ? ഓ, ആ ജാടയെക്കുറിച്ച് പറയാതിരിക്കുന്ന ഭേദം. എന്താ, എന്തു പറ്റി? ഞാൻ ഇത്രയും ദിവസം കഷ്ടപ്പെട്ട് അങ്ങേരുടെ കൂടെ നിന്ന് അങ്ങനെ വളയ്ക്കാൻ നോക്കിയിട്ട് പോലും വളയുന്നില്ല. ചില നേരത്ത് അങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമാണ്. അങ്ങനെ കല്ലാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും ഒരു കൂസലും ഇല്ല മനുഷ്യന്. ആമിയുടെ അടവുകളൊന്നും ഏക്കുന്നില്ല. ഏക്കാതെ എവിടെ പോവാൻ? എൻ്റെ മുമ്പിൽ അങ്ങേര് വീണിരിക്കും. എന്തായാലും നിങ്ങളുടെ പരിപാടി നടക്കട്ടെ. ചെല്ല്. ശരി ആമി, പിന്നെ കാണാം. എന്തായിരുന്നു രണ്ടും കൂടെ അവിടെ കിടന്നുകൊണ്ട് സംസാരം? അത് ഞങ്ങളുടെ ടോക്കൊന്നും നിങ്ങൾ മനുഷ്യന്മാരറിയണ്ട. ഓഹോ, നിങ്ങൾ ഒരുമിച്ചായപ്പോൾ ഇപ്പം ഞാൻ ഔട്ടായി. എന്നാൽ ചെല്ല്, മനുഷ്യന്മാരുടെ കൂടെ നടക്കണ്ട. ഏയ്, ഞാൻ അങ്ങനല്ല പറഞ്ഞത് ആദി. എങ്ങനെയായാലും ഇനി എൻ്റെ പുറകെ വരണ്ട, പൊക്കോ. ഏയ് ആദി, പിണങ്ങാതെ. ആദി, പതുക്കെ പോ. ഏയ് ആദി, സൂക്ഷിച്ച്. ആദി, ആദി. ഇഷ, ഒന്നും പറ്റിയില്ല. വാ വാ, നമുക്ക് പോവാം. വാ, ഇവിടെ കുറച്ചു നേരം ഇരിക്കാം നമുക്ക്. ആദി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, ഐ എം ഓക്കെ. ഞാൻ പറഞ്ഞതല്ലേ പതുക്കെ പോവാൻ. സോറി ഇഷ. ഏയ്, അത് സാരമില്ല. ഇഷ, താനെന്താ ഇവിടെ? എത്ര നാളായി കണ്ടിട്ട്? ഹായ് ഹരിയേട്ടാ. ഓ, ഇയാൾ പിന്നെയും വന്നോ? എന്തുണ്ട് ഹരിയേട്ടാ വിശേഷം? ഏയ് ഒന്നുമില്ല ഇഷ, തന്നെ കണ്ടില്ലല്ലോ എന്നുള്ള വിഷമത്തിലായിരുന്നു. ഏടാ, വിഷമിക്കാൻ അയാളുടെ പോക്കറ്റിൽ നിന്നല്ലേ ഇഷ ചാടി വന്നത്. ഇഷ, വാ, മതി പോവാം, വാ. ഏയ് ആദി. ഞങ്ങളെപ്പോൾ സംസാരിക്കാൻ തുടങ്ങിയാൽ ഈ കുരുട്ടിടക്കിടക്ക് കയറി വരുമല്ലോ. ഡോ, തന്നോട് ഞാൻ പറഞ്ഞേ, ഇനി എങ്ങാണ് എന്നെ കുരുട്ടടക്കാന്ന് വല്ലതും വിളിച്ചാ നീ എന്ത് ചെയ്യും? പോടോ മരമാക്രി. എടാ, എന്താടാ നീ എന്നെ വിളിച്ചേ? തനിക്ക് എന്നെ അങ്ങനെ വിളിക്കാമെങ്കിൽ എനിക്കും അങ്ങനെ വിളിക്കാം. ആഹാ, എന്നാ നീ എന്നെ വിളിക്കുന്നൊന്ന് കാണണമല്ലോ. കാണാനൊന്നുമില്ല, ഞാൻ ഇനിയും വിളിക്കും. അയ്യോ, നിർത്തി രണ്ടും. എന്താ? ഇഷ, ഇയാളോട് നിർത്താൻ പറ. ഇഷ, ഇവനല്ലേ ആദ്യം തുടങ്ങിയത്. എന്താ ആദി ഇത്? ഞാൻ എന്താ ചെയ്തത് ഇഷ? നീ എന്താ ചെയ്തേന്നോ? നീയല്ലേ ഞങ്ങൾ സംസാരിക്കുന്നതിനിടയ്ക്ക് ഇടയ്ക്ക് കയറാൻ വന്നേ. ദേ, അനാവശ്യം പറഞ്ഞാണ്ടല്ലോ. പറഞ്ഞാൽ നീ എന്തെടുക്കും? ഓ, ഒന്ന് നിർത്തിക്കേ രണ്ടാളും. ഇഷ, വാ, വീട്ടിൽ പോവാം. ഏയ് ആദി. ഹരിയേട്ടാ, പിന്നെ കാണാം. അയ്യടാ, പിന്നെ കാണാം. അങ്ങനെ പിന്നെ കാണുന്നില്ല.
എന്തുവാ ആദി, എന്തുവാ പറ്റിയേ? എനിക്കൊന്നും പറ്റിയില്ല. പിന്നെ എന്തിനാ നീ ഇങ്ങനെ കുത്തി വെറുപ്പിച്ചിരിക്കുന്നേ? ദേ ഇഷ, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ആഹാ, ഇനി ആദിക്കെങ്ങാനും ഹരിയേട്ടനോട് ജലസിയാണോ? ആണോ ആദി? എനിക്കോ? എനിക്കെന്ത് ജലസി? ജലസിയുടെ മീനിങ് പോലും എനിക്കറിയത്തില്ല. അപ്പോഴാ. ഓഹോ, അങ്ങനാണോ? ആ, അങ്ങനാണ്. ശരി, നോക്കാം. ആദി, ആദി, ആദി. ഈ സ്വപ്നം കുറേ നാളായിട്ട് ഞാൻ കാണാതിരിക്കുമായിരുന്നല്ലോ. ഇത് പിന്നെ എങ്ങനെ? ആരുടെയൊക്കെ ശബ്ദം മനസ്സിലൂടെ കടന്നു പോകുന്ന പോലെ. പക്ഷെ ആരാന്നൊന്നും മനസ്സിലാവുന്നില്ല. എന്താ എനിക്ക് പറ്റിയേ? ആ വണ്ടി ഇടിക്കാൻ വന്നപ്പോൾ എന്തൊക്കെയോ പറ്റിയ പോലെ. എന്താ പറ്റുന്നത്? ആദി, എന്തു പറ്റി ആദി? ഒന്നുമില്ല ഇഷ, എന്തോ ഒരു സ്വപ്നം കണ്ടതാ. പിന്നെ ആരെങ്കിലും കൊല്ലാൻ വന്നോ സ്വപ്നത്തിൽ? ഏയ്, ഇതങ്ങനല്ല. കുറേ കാലമായിട്ട് ഞാൻ സ്ഥിരമായിട്ടൊരു സ്വപ്നം കാണുന്നുണ്ടായിരുന്നു. കുറച്ചായിട്ട് അതങ്ങ് വരാതിരിക്കുമായിരുന്നു. ഇന്ന് അത് പിന്നെയും കണ്ടു. എന്താണെന്ന് ഒന്നും എനിക്ക് ഓർമ്മയില്ല. ആണോ? എന്ത് സ്വപ്നം? അത് ആർക്കോ എന്നോട് എന്തോ പറയാനുള്ളതുപോലെ. ആർക്കായിരിക്കും ആദിയോട് ഇങ്ങനെ കാര്യം പറയാനുള്ളത്? അറിയില്ല. ആളുടെ മുഖം പോലും കണ്ടില്ല? ഒന്നും വ്യക്തമാവുന്നില്ല. ഏയ്, അത് സാരമില്ല. വെറുതെ അങ്ങനെ കണ്ടതാവും ആദി. വെറുതെ അല്ല, കുറേ നാളായിട്ട് എന്നെ ഹോണ്ട് ചെയ്യുന്നൊരു സ്വപ്നം അത്. ഒന്നിൽ ആർക്കോ എന്നോട് എന്തോ പറയാനുണ്ട്. അല്ലെങ്കിൽ ഏയ്, ഒന്നുമില്ല. എൻ്റെ ഇഷക്കുട്ടി അതിനെക്കുറിച്ച് ആലോചിച്ച് കൂടുതൽ തലപുണ്ണാക്കണ്ട. ഇഷക്കുട്ടിയോ? എന്തേ, ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടില്ലേന്ന് ചോദിച്ചാ ഏയ് ഇഷ, നിക്കവിടെ. பூவே காதல் பூக்கும் பூவே சாரல் வீச ஈரம் என்னை கொஞ்சம் மழையில் உன் வாசம்